പ്രതിസന്ധിയുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണമാണോ കൂടുതൽ, പിറുപിറുക്കുന്നവരുടെ എണ്ണമാണോ കൂടുതൽ? പക്ഷെ ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. വാൾ അന്വേഷിക്കേണ്ടവൻ എഫോദ് അന്വേഷിക്കുകയാണ്. ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണോ? ഞാൻ അവരെ എത്തിപ്പിടിക്കുമോ? പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവിൻ്റെ അടുത്തൊന്ന് ഇരിക്കാവോ? മാനസിക സംഘർഷങ്ങളുടെ നടുവിൽ ഒരു അരമണിക്കൂർ ഒന്ന് പ്രാർത്ഥിക്കാവോ? ഒരു പായ എടുത്തിട്ടിട്ട് അതിനകത്ത് കയറി കുറച്ചു നേരം മുട്ടയെ നിന്ന് കൈ ഉയർത്തിപ്പിടിച്ച് ദൈവത്തോടൊന്ന് വർത്താനം പറയാവോ? ദൈവമുഖം ഒന്ന് അന്വേഷിക്കാവോ? അന്വേഷിച്ചാൽ നീ ഒരു ശബ്ദം കേൾക്കും. ദാവീദിനോട് ദൈവം പറയുകയാണ്, പിന്തുടരുക, നീ അവരെ നിശ്ചയമായും എത്തിപ്പിടിക്കും, നീ സകലവും വീണ്ടു കൊള്ളും, നിശ്ചയമായും നിന്റെ ഈ പ്രതിസന്ധിയെ ദൈവം എടുത്ത് കളയും. നിനക്ക് തന്നെ താൻ ജയിക്കാൻ പറ്റാത്ത പല മേഖലയും ദൈവം നിന്നെ ജയിപ്പിക്കും. നിനക്ക് തന്നെ താൻ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത പലതും ദൈവം നിനക്ക് വേണ്ടി കൈകാര്യം ചെയ്യും. ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണോ? ദൈവമേ, നീ പറയാത്ത ഒരു കാര്യത്തിനും ഞാൻ സ്റ്റെപ്പ് വയ്ക്കില്ല. എൻ്റെ കൈ വാള് കാണും, വടി കാണും, അധികാരം കാണും, പദവി കാണും, ഞാൻ ദാവീദായിരിക്കും, രാജാവായിരിക്കും, പല യുദ്ധങ്ങളും ജയിച്ച അനുഭവ സമ്പത്തുണ്ടാകും. പക്ഷേ ദാവീദ് ചെന്നെടുത്തൊക്കെയും യഹോവ അവന് ജയം കൊടുത്തെന്ന് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ 5 തവണ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്നാണെന്നറിയോ? ദൈവത്തോട് ചോദിക്കാതെ ഈ മനുഷ്യൻ ഒരു സ്റ്റെപ്പ് വെക്കുകയില്ലായിരുന്നു. ദൈവത്തോട് ചോദിക്കാതെ ഒരിടത്ത് മാത്രം പുള്ളി ഒരു സ്റ്റെപ്പ് വെച്ചു. അത് പുള്ളി ഭയങ്കര വില കൊടുക്കേണ്ടി വന്നു. അതിന് നീ അവരെ എത്തിപ്പിടിക്കും, നീ സകലതും വീണ്ടുകൊള്ളൂ എന്ന് പറഞ്ഞു. പ്രോമിസ് കിട്ടി, പറഞ്ഞ് വാഗ്ദത്തം കിട്ടി, പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം മറുപടി കൊടുക്കും. ദൈവത്തിൻ്റെ ഇടപെടിയിൽ പത്മോസ് ദ്വീപിലും ഉണ്ടാകും. ദൈവത്തിൻ്റെ ഇടപെടിയിൽ ചാമ്പൽ കൂമ്പാരങ്ങളുടെ മധ്യേ ഉണ്ടാകും. ദൈവത്തിൻ്റെ ഇടപെടിയിൽ കാരാഗ്രഹത്തിലും ഉണ്ടാകും. ദൈവത്തിൻ്റെ ഇടപെടിയിൽ കർമ്മേലിലും ഉണ്ടാകും. ദൈവത്തിൻ്റെ ഇടപെടിയിൽ തീച്ചൂളയുടെ നടുവിലും ഉണ്ടാകും. ദൈവത്തിൻ്റെ ഇടപെടിയിൽ സിംഹക്കുഴിയിലും ഉണ്ടാകും. ദൈവത്തിന് ഏതു സാഹചര്യത്തിലും നിന്നോട് സംസാരിക്കാൻ കഴിയും.